ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷ എഴുതാൻ നിങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ NMMS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എളുപ്പമാവുന്ന തരത്തിൽ മെൻ്റൽ എബിലിറ്റിയിൽ മാറ്റ് എളുപ്പമാവുന്ന തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളാണ് ടേൺ ടു ലേൺ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ക്ലാസ് NMMS പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 3-4 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം ഒരു വിദ്യാർത്ഥി കാണുകയാണെങ്കിൽ അത് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. പക്ഷേ അത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. മൊത്തം 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. ബാക്കി 2 നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യലെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ദെൻ അവസാന 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് വിട്ടു തരുന്നു. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, ടേൺ ടു ലേൺ NMMS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഫ്രീ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ, വേണ്ട മെൻറ്റർഷിപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾക്കറിയാം NMMS പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ലെറ്റർ സീരീസ്. ലെറ്റർ സീരീസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെറ്റർ സീരീസ് നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ലെറ്റർ സീരീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇതാ ബാക്കിലുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം 36 മുതലുള്ള ഒരു ചോദ്യങ്ങൾ കാണാം. 36, 37, 38, 39, 40 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് 2022 മെൻ്റൽ എബിലിറ്റിയുടെ പേപ്പറാണ്. മെൻ്റൽ എബിലിറ്റിയുടെ C സീരീസിലുള്ള പേപ്പറാണ്. അപ്പോൾ 36 മുതലാണ് ഈ സീരീസിൽ ഈ ചോദ്യങ്ങളുള്ളത്. ഇതിനെ പറയുന്നത് കൂട്ടുകാരുടെ തുടർച്ച എന്നുള്ള ഏരിയയാണ് അല്ലേ, ഫ്രണ്ട്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിയാൽ സ്ഥിരമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് 1-2 തവണ ആ സീരീസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉരുവിട്ട് നോക്കുക. 1-2 തവണ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഉരുവിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു താളം കിട്ടും. ആ താളം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇതിൽ 36ാമത്തെ ചോദ്യം ഓക്കെ, ഫസ്റ്റത്തെ വിട്ടിട്ട് എ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഗ്യാപ്പാണ് BA, ദെൻ അടുത്ത ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് BB, ദെൻ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള AB, ദെൻ ഒരു ഗ്യാപ്പ് AAB. അപ്പോൾ ഈ ഗ്യാപ്പ് ഇട്ട അല്ലെങ്കിൽ സ്പേസ് ഇട്ടിട്ടുള്ള ആ ഭാഗത്തുള്ള ലെറ്റേഴ്സ് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദെൻ ഇതിൽ ജസ്റ്റ് 1-2 തവണ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ, ഇതിൻ്റെ സീരീസ് ഇങ്ങനെ BA, ഓക്കെ, BA, AB, BA, AB എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കാം. ആദ്യം വരേണ്ടത് B ആണ്. B ആണെങ്കിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് എടുത്താൽ എയും വരില്ല, ബിയും വരില്ല. ഓക്കെ, എയും വരില്ല, ബിയും വരില്ല. എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ വരുന്നത് B ആണ് വരേണ്ടത്. ദെൻ BA, AB. ഓക്കെ, അപ്പോൾ 2 BB വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓക്കെ, BA, BB, BA, BB അങ്ങനെയുള്ള ഓപ്ഷനുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉറപ്പിക്കാം ഏതാണ് ആൻസർ. ഓപ്ഷൻ D ആണ് ആൻസർ. വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തില്ല. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. മാറ്റിലാണെങ്കിലും സാറ്റിലാണെങ്കിലും എലിമിനേഷൻ ഒരിക്കലും ഓപ്ഷനായിട്ട് വരില്ല എന്നുള്ള ഓപ്ഷനുകൾ നമ്മൾ കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് സോൾവ് ചെയ്താൽ നമുക്ക് 50-50 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കാണുന്നതിന് CO DO ആണ് ആൻസർ. ഏതെങ്കിലും ഒന്ന് ആൻസറാണ്. 50-50 ആണ്. മറ്റേതാകുമ്പോൾ 25%. 4 ക്വസ്റ്റ്യനും ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷനിലുണ്ട്. അപ്പോൾ 4 ഏതെങ്കിലും ഒന്ന് വരാൻ തന്നെ 25% ആണ്. അപ്പോൾ ഈ രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആൻസറുകളൊക്കെ എന്ത് ചെയ്യും, കൃത്യതയുള്ളതാകും. അപ്പോൾ 37ാമത്തെ ചോദ്യം. ദെൻ ഇത് നമ്മൾ പറയുന്നത് പോലെ മനസ്സിലൊന്ന് 1-2 തവണ വിട്ടാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ കിട്ടുക
എഴുതി നോക്കുക, ഓപ്ഷനിലേക്ക് പോവുക, എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുക, ആൻസർ കറക്റ്റ് ആണെങ്കിൽ ബബിൾ ചെയ്യുക. ഇതാണ് പെട്ടെന്ന് ചെയ്യേണ്ടത്. ദെൻ എ സ്പേസ് ഉണ്ട്, ബി എ, ദെൻ സ്പേസ് ഉണ്ട് ബി, സ്പേസ് ഉണ്ട് ബി, ദെൻ സ്പേസ് എ, ദെൻ സ്പേസ് ബി. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ എ ബി ബി എ, എ ബി ബി എ എന്നുള്ള രീതിയിലേക്ക് എ ബി ബി എ, എ ബി ബി എ, എ ബി, ഓക്കെ, സോറി, എ ബി ബി എ, എ ബി ബി എ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പേസ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ബി എ തുടങ്ങുന്ന ഓപ്ഷൻ ഏതാണ്? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ബി എ തുടങ്ങുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത്, ഓക്കെ, ദെൻ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 തവണ മനസ്സിലിങ്ങനെ ആ ക്വസ്റ്റ്യൻസ് കാണുക, ഉരുവിട്ട് നോക്കുക, ദെൻ ഓപ്ഷനിലേക്ക് നോക്കുക, എന്നിട്ട് ആ പാറ്റേൺ കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടുന്നുണ്ടെങ്കിൽ ബബിൾ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട രീതി. ഓക്കെ, ബി എ, ദെൻ ഒരു സ്പേസ് ഇട്ട് സി, പിന്നെ ബി. ഓക്കെ, അപ്പോൾ ബി എ എന്ന് കഴിഞ്ഞതിന് ശേഷം, ബി എ എന്നത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ബി എനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബി ആണ്. ഓക്കെ, ബി എ ബി സി. ദെൻ 2 ബിക്ക് ഇടയിൽ വരുന്ന ലെറ്റർ ഏതാണ്? 2 ബിക്ക് ഇടയിൽ വരുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 2 ബിക്ക് ഇടയിൽ വരുന്ന മറ്റൊരു ലെറ്റർ ഏതാണ്? എ ആണ്. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ബി ആണ്. ഫസ്റ്റ് ബി ആണെങ്കിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എ ഒഴിവാക്കാം, ദെൻ ഡിയും ഒഴിവാക്കാം. നമുക്ക് ഉറപ്പിക്കാം ബി ഒ സി ഒ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ബി എ ബി സി, ബി എ ബി സി, ബി എ ബി സി, ഇതാണ് കോഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ബി എ സി സി എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ ഓപ്ഷന് ബി എ സി സി എന്നുള്ള ഓപ്ഷന് ഏതാണ്? സി ആണ്. സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 3 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാനുള്ള 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ദെൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ 39 40 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 39ൻ്റെ ആൻസർ എത്രയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അതുപോലെ തന്നെ 40ൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് 40 കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, ദെൻ ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് NMMS സ്കോളർഷിപ്പ് അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, NMMS പരീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും അത് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ടുള്ളവരുടെ പരീക്ഷയല്ല, ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പരീക്ഷയാണ് NMMS പരീക്ഷ. അപ്പോൾ അതിനെന്താ വേണ്ടത്? എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങൾ ഗുഡ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് പ്രാക്ടീസാണ്. ദെൻ പ്രാക്ടീസ് ചെയ്ത് സാറ്റിൻ്റെ കാര്യത്തിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും NMMS ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് NMMSന് കോച്ചിങ് കൊടുക്കുന്ന ഈ രംഗത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ പേപ്പറിൻ്റെ പൾസ്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്, അതിൻ്റെ രീതികളൊക്കെ ഞങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. 2 ചാനലും, ടേൺ ടു ലേൺ NMMS എന്നുള്ള ചാനലും ടേൺ ടു ലേൺ എന്നുള്ള ഫസ്റ്റ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.